Today I am starting my journey to the beautiful landscape of Wales. പച്ച നിറത്തിലുള്ള കുന്നുകളും ഐറിഷ് സമുദ്രത്തിൻ്റെ അനന്തമായ നീലയ്ക്കുമിടയിൽ വെയിൽസ് തീരത്തെ ഒരു കൊച്ചു നഗരം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിസ്മയമുണ്ട്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ക്ലിഫ് റെയിൽവേയിലേക്കാണ്, ആബറേസ്റ്റ്യൂത്ത് ക്ലിഫ് റെയിൽവേ. 1896 മെയ് 1 ഇതിൻ്റെ തുടക്കം. അന്നു മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ചാരുതയായി ഇത് സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ യാത്രക്കാരെ കുത്തനെയുള്ള കുന്നിൻ മുകളിലേക്ക് എത്തിച്ചിരുന്ന ഈ റെയിൽവേ പിന്നീട് പല മാറ്റങ്ങൾക്കും വിധേയമായി. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് അത് നവീകരിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ പാരമ്പര്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുകളിലേക്കും താഴേക്കും ഒരേ സമയം സഞ്ചരിക്കുന്ന ഈ കാരേജുകൾ ഒരു അത്ഭുതകരമായ സംവിധാനം തന്നെയാണ്. ഒരു ട്രെയിനിൻ്റെ ഭാരം അടുത്തതിൻ്റെ യാത്രയെ സഹായിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിക്ക് ഭംഗം വരുത്താതെ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ സാങ്കേതികവിദ്യ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ വലിയ കാരേജുകളെ നിയന്ത്രിക്കുന്നത് കട്ടിയുള്ള ഉരുക്ക് റോപ്പുകളും പവർഫുൾ മോട്ടോറുകളുമാണ്. കുന്നിൻ മുകളിലുള്ള എൻജിൻ റോപ്പിനെ ചലിപ്പിക്കുമ്പോൾ താഴെയുള്ളവ മുകളിലെത്തും വരെ യാത്രയെ സഹായിക്കുന്നു. ഈ റൈഡ് ഏകദേശം 10 മിനിറ്റോളം നീളും. ഏതാണ്ട് 50% ചെരിവുള്ള ഈ പാതയിലൂടെ നമ്മൾ മുകളിലേക്ക് ഉയരുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് അടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ റോപ്പിൻ്റെയും മോട്ടറിൻ്റെയും പ്രവർത്തനം നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കാണാം. ചെറിയൊരു മഴയും അത്യാവശ്യം നല്ല കാറ്റുമുള്ളതിനാലാകാം സഞ്ചാരികൾ പൊതുവെ കുറവാണിന്ന്. ഫൈനലി നമ്മൾ ആ ക്ലിഫ് റെയിൽവേയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, ആ മഴയും കാറ്റും കൂടി ചേരുമ്പോൾ ഇവിടെ വേറൊരു ലെവൽ വൈബാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ആബറേസ്റ്റ്യൂത്ത് നഗരം, അതിനപ്പുറം അനന്തമായി പരന്നു കിടക്കുന്ന നീലക്കടലും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്ന ഒരു വീടാണിത്. ഇവിടെ ചില വീടുകളൊക്കെ ഇതുപോലെ ഒറ്റപ്പെട്ട രീതിയിലാണ്. കാറ്റിൻ്റെ ശക്തി കൂടി വരുന്നതിനാൽ അച്ചു കുട്ടികളെ കൊണ്ട് ഒരു കഫേയിൽ കയറി ചെറിയ സ്നാക്സ് കഴിച്ചു. ആ സമയം ഞാൻ തനിയെ കുറച്ച് നടന്ന് കണ്ടു. ഈ കാണുന്ന പ്രദേശമെല്ലാം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അതിഭീകരമാണ്. കൂടാതെ അതിശക്തമായ കാറ്റും. ഒരല്പം കൂടി നടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ കയറിയ സ്റ്റേഷൻ ഇവിടെ നിന്ന് കാണാം. മുകളിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റെയിൽവേയിൽ തന്നെ കയറി താഴത്തെ കടൽ തീരത്തോട്ടാണ് പോയത്. കല്ലുകൾ നിറഞ്ഞൊരു ബീച്ചാണ്. അവിടെ കുട്ടികൾ കുറേ കളിച്ചു, ഞങ്ങളൽപ്പം ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ക്ലിഫ് റെയിൽവേ യാത്രയും മുകളിലെ കാഴ്ചകളും നന്നായി ആസ്വദിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ഇതേ സ്ഥലത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയുമായി കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.